ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയ്സാപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈയിടെയായിട്ട് പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നൊരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് PSC എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. ഈയിടെ 2024 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ക്വസ്റ്റ്യന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. എങ്ങനെയാണ് ബാധിക്കുന്നത്, എന്താണ് ഇതിൻ്റെ രോഗകാരി, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഇതിൻ്റെ രോഗകാരി ഏതാണെന്നുള്ളത് PSC ചോദിച്ചിട്ടുണ്ട്. നെഗ്ലേറിയ ഫൈലേറിയാണ്. ഏതാണ്? നെഗ്ലേറിയ ഫൈലേറിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗകാരി. ഇതൊരു അമീബിക് ഡിസീസ് ആണെന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ്. അതുപോലെ തന്നെ രോഗകാരി ഏതാണെന്ന് ചോദിച്ചാൽ നെഗ്ലേറിയ ഫൈലേറി. ഇതൊരു അമീബയാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഇത് PYQ ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ്. രോഗകാരി ആരാണ്? നെഗ്ലേറിയ ഫൈലേറി എന്ന വിഭാഗത്തിൽപ്പെട്ട അമീബയാണ്. ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുമോ? അതൊരു ചോദ്യമാണ്. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നോക്കി വെക്കണം. അതേപോലെ തന്നെ ഇനി വരാനുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം, കെമിക്കൽ നെയിം എന്താണ് എന്നുള്ളത്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ്. എന്താണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ശാസ്ത്രീയ നാമം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് പകരുന്നത്? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു എങ്ങനെയാണ് നമ്മുടെ മസ്തിഷ്കത്തിൽ എത്തുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. കെട്ടിക്കിടക്കുന്ന ജലത്തിലൂടെ, അതായത് മലിനമായ ജലത്തിലൂടെയാണ് ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ മലപ്പുറം LGSന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് എന്നുള്ളത്. മലിനജലത്തിലൂടെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിട്ടുള്ള നെഗ്ലേറിയ ഫൈലേറി നമ്മുടെ തലച്ചോറിൽ എത്തുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലൂടെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കിടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്ത് മസ്തിഷ്ക ജ്വരം ഉണ്ടാവുന്നത്. ഇനി ഇത് എവിടെയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്? അതൊരു ചോദ്യമാണ്. ആദ്യമായിട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം എവിടെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലാണ്. 2016 ഇത് റിപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് 2016. രണ്ടാമതായിട്ട് റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം ജില്ലയിൽ 2019. മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട്, 2 ജില്ലയിലും കൂടിയിട്ട് കേട്ടോ. കോഴിക്കോട്, ഈ 2 ജില്ലകളിലായിട്ടാണ് രണ്ടാമതായിട്ട് 2019 അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് 2020. പിന്നെ ഈയിടെയായിട്ട് 2024ലും 2025 മലപ്പുറം ജില്ലയിലും അതുപോലെ കോഴിക്കോട് ജില്ലയിലൊക്കെ വീണ്ടും റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ 2016 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം കോഴിക്കോട് ജില്ലയിലായിട്ടാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. പിന്നെ പറയാനുള്ളത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ ജീവൻ രക്ഷാ മരുന്ന് ഏതാണെന്നാണ്. മിൽറ്റിഫോസിൻ. ഇത് ഉൽപ്പാദിപ്പിച്ചത് ജർമ്മനിയാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ ജീവൻ രക്ഷാ മരുന്ന് ഏതാണ്? മിൽറ്റിഫോസിൻ. ഓക്കെ, മിൽറ്റിഫോസിൻ ഉൽപ്പാദിപ്പിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഇതുപോലുള്ള അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.